അവിടുന്ന് പന്ത് തട്ടാം. അപ്പോൾ അവിടെ മെസ്സിയുടെ തൊട്ട് ബാക്കിൽ മെസ്സി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ തൊടാനും പിടിക്കാനും പറ്റില്ല. പക്ഷേ മൂപ്പരെ ഞാൻ കണ്ടു, ഇങ്ങനെയാക്കി അത്രയാണ്. ഇറാഖിലെ പോലീസിനെല്ലാം നമ്മൾ ഇന്ത്യക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അവർ ഷാറൂഖ് ഖാൻ്റെ ഫാനാണ്. ഞാൻ ഈ പോയ എല്ലാ രാജ്യത്തും ഷാറൂഖ് ഖാനാണ് ഭയങ്കര സംഭവം. പിന്നെ മഹാത്മാഗാന്ധി റഷ്യക്കാർ ഭയങ്കര ഫാനാണ് ഗാന്ധി. ഇനി വീട്ടിൽ കയറ്റുമെന്ന് അറിയില്ല, 18 മാസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. പിന്നെ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഇപ്പോൾ ലോകത്ത് മൊത്തം നമുക്കൊരു ഭയങ്കര ഒരു റെസ്പെക്റ്റാണ്. അത് എനിക്ക് തോന്നുന്നത് ഇനി മുമ്പ് നമുക്ക് മുന്നേ കടന്നുപോയ കുറേ ആൾക്കാരുണ്ടാക്കിയ ഓളങ്ങൾ. നാജി റോഷിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒറ്റയ്ക്ക് ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന വീട്ടമ്മയാണ്. ഒരു പുതിയൊരു സെറ്റ് യാത്ര കഴിഞ്ഞിട്ട് കേരളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇടയ്ക്ക് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. പ്രത്യേകിച്ച് ഖത്തറിലാണ് കണ്ടത്. ഖത്തറിന് ശേഷമാണോ പുതിയ യാത്ര പോയത്? അതെ, ഞാൻ സത്യം പറഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പ് 2022 ഈ വണ്ടിയും കൊണ്ട് ഇറങ്ങിയതാണ്. അതിനുശേഷം ഖത്തർ കഴിഞ്ഞ് 4 മാസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ ആനന്ദ് മഹീന്ദ്രൻ്റെ അവിടുന്ന് വിളിച്ചിട്ട് 2023 ഈ വണ്ടി ദുബായിൽ വെച്ചിട്ട് നാട്ടിൽ വന്ന്, അങ്ങനെ അവരെ കമ്പനി ഒരു മഹീന്ദ്രൻ്റെ ഒരു ഡീസൽ വണ്ടി വന്ന്, അതൊരു വുമൺ എംപവർമെൻറ്റ് ഓഫ് ഇന്ത്യ തൊട്ട് സംഭവം. അത് ഓൾ ഇന്ത്യ പിന്നെ നേപ്പാൾ ഭൂട്ടാൻ മെയിനായിട്ടും നോർത്ത് ഈസ്റ്റേനും കവർ ചെയ്ത ഒരു 8 മാസത്തെ യാത്ര. അത് കഴിഞ്ഞ കൊല്ലം തിരിച്ച് ഞാൻ വീണ്ടും ദുബായിൽ പോയി. എൻ്റെ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ ഈ വണ്ടിയും കൊണ്ട് ഫിഫക്ക് പോയ വണ്ടി തിരിച്ച് മുഴുവനായിട്ടും ഷിപ്പ് ചെയ്യാണ്ട് റോഡ് വഴി വരാന്നുള്ള രീതിയിൽ ഈ യാത്ര തുടങ്ങിയത്. എത്ര രാജ്യങ്ങളായി ഈ പുതിയ യാത്ര? 23 രാജ്യങ്ങൾ, 87,000 കിലോമീറ്ററുകൾ. തുടങ്ങിയത് യു എ നിന്നാണ്. യു എ നേരെ GCC കറങ്ങി സൗദി, ബഹ്റൈൻ അതൊക്കെ പോയി. അവിടുന്ന് സൗദിയിൽ നിന്ന് നേരെ കുവൈത്ത് പോയി. കുവൈത്തിൽ നിന്ന് പിന്നെ ഇറാഖിൽ നിന്ന് കുർദിസ്ഥാൻ, അവിടുന്ന് തുർക്കിയിൽ നിന്ന് ജോർജിയ, അർമേനിയ, റഷ്യ. പിന്നെ റഷ്യയിൽ നിന്ന് നേരെ വീണ്ടും ജോർജിയയിൽ വന്ന് അവിടുന്ന് അർമേനിയ വഴി ഇറാൻ പോയി. ഇറാനിൽ നിന്ന് നേരെ അഫ്ഗാനിസ്ഥാൻ പോയി. അഫ്ഗാനിസ്ഥാൻ യാത്ര എൻ്റെ ലൈഫിനെ തന്നെ മാറി മറിച്ചൊരു യാത്രയാണ്. താലിബാൻ എന്നെല്ലാം പറഞ്ഞു കേട്ട ആൾക്കാർ നമ്മൾ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴുള്ളൊരു ഇതുണ്ടല്ലോ, അതോ കണ്ട് നമ്മളെന്ത് വിചാരിക്കുക ഇവർ മറ്റേ ഈ ആർമി ഡ്രസ്സിലുണ്ടാവും. പക്ഷെ ഇവർ സാധാ ഇവരെ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ലോകത്തിൽ ആദ്യം യൂണിഫോം ഇല്ലാത്തൊരു ബോർഡേഴ്സ് ഓഫീസേഴ്സ് എല്ലാം അവർ തന്നെ ഉണ്ടാവുക. അങ്ങനെ കുറേ അഫ്ഗാനികൾ വീട്ടിൽ പോയി. ആളുകൾ ഭയങ്കര നല്ലതാണ്, പക്ഷേ അവരെ റൂൾസ്, താലിബാൻ്റെ റൂളുകൾ മാത്രമാണ് പ്രശ്നം. പിന്നെ ഒരു ലേഡി ഡ്രൈവ് ചെയ്യുന്ന അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. പിന്നെ ഇന്ത്യ കുഴപ്പമില്ല, ഇന്ത്യ എന്നുള്ളൊരു രാജ്യത്ത് നിന്ന് വരുമ്പോഴുള്ളൊരു ബഹുമാനവും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടേനും. അധിക സ്ഥലത്തൊന്നും നമുക്ക് എവിടെയും ഇറങ്ങിച്ചെല്ലാൻ പറ്റൂല. ഇവർ ഒന്നാമത് വണ്ടി കാണുമ്പോൾ എന്നെ കാണുമ്പോൾ ഇവർ വല്ലാണ്ട് നോക്കും ആരാ എന്താന്നെല്ലാം. അപ്പം അങ്ങനത്തെ എല്ലാം കുറേ ക്വസ്റ്റ്യൻ. എന്നാലും അഫ്ഗാനിസ്ഥാൻ നേരെ തജിക്കിസ്ഥാൻ പോയി, അവിടുന്ന് ഉസ്ബെക്കിസ്ഥാൻ, തുർക്കുമെനിസ്ഥാൻ, അസർബൈജാൻ, അവിടുന്ന് പിന്നെ നേരെ കസാക്കിസ്ഥാൻ പോയി, അവിടുന്ന് മംഗോളിയ പോയി. മംഗോളിയയിൽ നിന്ന് ചൈന വഴി, ടിബറ്റ് വഴി, നേപ്പാൾ, അങ്ങനെ ഗോരഖ്പൂർ വഴി ഇറങ്ങി ആഗ്ര, അങ്ങനെയെല്ലാം കറങ്ങി അവസാനം ഇവിടെ എത്തി. കോഴിക്കോട് വഴി അല്ലേ? അതുവഴി കൊണ്ടോട്ടി എന്ന് പറയുമ്പോൾ അത് പറയാൻ ഭയങ്കര ഈസിയാ, പക്ഷെ വല്ലാത്തൊരു എക്സ്പീരിയൻസാ. ഈ യാത്രയിൽ മാത്രം ഏകദേശം ഒരു 75,000 കിലോമീറ്റർ. ഫിഫക്ക് ഒരു 10,000. ബുദ്ധിമുട്ട് അങ്ങനെ എല്ലായിടത്തും ഭയങ്കര റെസ്പെക്റ്റാ. ഒരു ലേഡി ഒരു വേറെ നാടിൻ്റെ വണ്ടി എടുത്ത് വരുമ്പോൾ ഇറാഖിലെ പോലീസിനെല്ലാം നമ്മൾ ഇന്ത്യക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അവർ ഷാറൂഖ് ഖാൻ്റെ ഫാനാണ്. അപ്പോൾ അവർ ഇന്ത്യ എന്ന് പറയുമ്പം ഇന്ദിരാഗാന്ധി, ഷാറൂഖ് ഖാൻ അങ്ങനെ ചോദിക്കും. ഞാനീ പോയ എല്ലാ രാജ്യത്തും ഷാറൂഖ് ഖാനാണ് ഭയങ്കര സംഭവം. ബാക്കി ആരും അവർക്ക് അറിഞ്ഞൂടാ. പിന്നെ മഹാത്മാഗാന്ധി റഷ്യക്കാർ ഭയങ്കര ഫാനാണ് ഗാന്ധിൻ്റെ. ഇല്ല, ഞാൻ റഷ്യ പോയ സമയത്ത് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി സമയത്താണ് പോയത്. അപ്പോൾ അവിടെ അവർ കുറേ പരിപാടികളും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാന്ധിജിനെ ഇഷ്ടപ്പെടുന്ന ആൾ ഇന്ത്യക്കാർ മാത്രമല്ല, ലോകത്തെമ്പാടുള്ള ആൾക്കാർ ഗാന്ധിജിൻ്റെ ഫാനാണ്. പിന്നെ ഇല്ല, സ്പോൺഷിപ്പ് ഒന്നുമില്ല. ഇങ്ങനെ തട്ടിമുട്ടി കുറച്ച് പരസ്യം ചെയ്യും. പക്ഷെ ചില സമയത്ത് ഞാൻ ശരിക്കും പറയാനുള്ളത് പെട്രോളാണ് മെയിനായിട്ട്, വിസയും കാര്യങ്ങളും. പിന്നെ എൻ്റെ വണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഉറങ്ങാം. അപ്പോൾ ഹോട്ടലിൻ്റെ ഒന്നും എനിക്ക് അങ്ങനെ പൈസ വരത്തില്ല. പിന്നെ ടെൻറ്റ് തുറക്കും, ഏതെങ്കിലും മലൻ്റെ മുകളിൽ പോവും, അവിടുന്ന് ക്യാമ്പ് ചെയ്യും. അപ്പോൾ അവിടുത്തെ പിന്നെ അധികം ലോക്കൽസിൻ്റെ വീട്ടിൽ താമസിച്ചത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ത്യ വരെ ഹോട്ടൽ ആകെ 2 പ്രാവശ്യം എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം റഷ്യക്കാരുടെ വീട്ടിൽ, ചൈനക്കാരുടെ വീട്ടിൽ, അതുപോലെ ഉസ്ബെക്കുകളുടെ വീട്ടിൽ, കസാക്കിസ്ഥാൻ്റെ വീട്ടിൽ, അങ്ങനെ എല്ലാ രാജ്യത്തിൻ്റെ ആൾക്കാരെ പുറക്ക് പോയി താമസിക്കേണ്ട ഒരു തക്കാരം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇതാ ഇവിടെ വന്നിട്ടാണ് ശരിക്കും നമ്മൾ മീനും എല്ലാം കൂട്ടി ചോറ് തിന്നത്. പക്ഷേ ഭക്ഷണം നടക്കാത്ത വിഷയമല്ല. ഓരോ നാട്ടിലും അവരുടെ രീതിയിലുള്ള എന്താ പറയേണ്ട സംസ്കാരങ്ങളും ഭക്ഷണങ്ങളായിരിക്കുമല്ലോ. പക്ഷെ എന്നാലും ഈ ഒരു ലോങ് യാത്ര ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്.
മെസ്സിനെ കണ്ട് വെച്ചാൽ ഖത്തറിൽ പോയി വന്നതിന് ശേഷം അവിടെ QNB ഉണ്ടായിരുന്നു, ഖത്തർ നാഷണൽ ബാങ്ക്. അവരെനിക്കൊരു VIP ടിക്കറ്റ് വന്ന് ആ ടിക്കറ്റ് ലാസ്റ്റ് 40 മിനിറ്റിൽ അല്ല 20 മിനിറ്റിൽ ഫ്ലാഗ് പോയിന്റിൽ കൊണ്ടുപോകും. അപ്പം ഫ്ലാഗ് നിന്നാണല്ലോ ഇവർ അവിടുന്ന് പന്ത് തട്ടുക. അപ്പോൾ അവിടെ മെസ്സിയുടെ തൊട്ട് ബാക്കിൽ മെസ്സി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ തൊടാനും പിടിക്കാനും പറ്റില്ല. പക്ഷേ മൂപ്പര് ഞാൻ കണ്ടു, ഇങ്ങനെ ആക്കി അത്രയാണ്. ആ തൊട്ടടുത്ത് ഇങ്ങനെ ഉണ്ട്. ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടുന്ന് പോകുന്നേരെ ഞാൻ അർജന്റീന ഫാനായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര കളിയാക്കല്ലേ, നിങ്ങൾ അങ്ങെത്തുമ്പോഴത്തേക്ക് അവർ നാട്ടിലെത്തുന്നതിലും പെട്ട് അവസാനം നമ്മളെ ടീം തന്നെ കപ്പുണ്ടായി. അടുത്ത പ്ലാൻ എന്താ ഈ 23 രാജ്യം കഴിഞ്ഞിട്ട്? ശരിക്കും പഠിച്ചൊരു 18 മാസം കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടാണല്ലോ. ഇനി ഒന്ന് ഇരുന്ന് ഉമ്മയും മാപ്പിളയിൽ ആക്കുമെങ്കിലും ഒന്നും കൂടി പോകും. ഇനി വീട്ടിൽ കയറ്റുമെന്ന് അറിയില്ല. 18 മാസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അത് ഇടയ്ക്ക് ഒന്നാമത് ഞാൻ അങ്ങനെ ഫ്ലൈറ്റ് പാക്കേജ് അങ്ങനെ പോകില്ല. ഞാൻ എൻ്റെ തരം ഒന്നെങ്കിൽ ബാക്ക് പാക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓവർലാൻഡിങ്, അത് ആരും ചെയ്യാത്ത രീതിയിലുള്ള യാത്ര, അങ്ങനെ പോകാന്നുള്ള രീതിയിലാണ് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒരു ക്യൂരിയോസിറ്റിൻ്റെ മുകളിൽ ഇറങ്ങിയ യാത്രയാണ്. അതായത് ഓരോ നാട്ടിൽ എന്താ സംഭവിക്കുന്നത്, അവിടുത്തെ ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നത്, അവരെ കൂടെ എങ്ങനെയായിരിക്കും. പക്ഷേ ഈ പോയ വഴിയിലൊന്നും ഭാഷ ഒരിക്കലും ഒരു തടസ്സമായിട്ടില്ല. കൽബിൽ നിന്ന് വരുന്ന നമ്മളെ ഏറ്റവും വലിയ സ്നേഹമാണല്ലോ ഏറ്റവും വലിയ ഭാഷ. അപ്പോൾ അത് വെച്ചിട്ടാണ് ആൾക്കാരുമായിട്ട് അത് ചൈന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പെട്രോൾ പോലും അടിക്കണമെങ്കിൽ ഇവരോട് പറഞ്ഞു കൊടുക്കണം എങ്ങനെ അടിക്കേണ്ടതുള്ളത്. അത് മാത്രമേ വലിയ കുഴപ്പം. പക്ഷേ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞാൻ പോയ സ്ഥലത്തെല്ലാം ആൾക്കാർ കുറേ ഭക്ഷണം തരും, വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകും. അപ്പം ഞാൻ മനസ്സിലാക്കി ഈ ലോകമെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ രാജ്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തരംതിരിച്ചിട്ടേ ഉള്ളൂ, ബാക്കി ആൾക്കാരും എല്ലാം സെയിം തന്നെയാണ്. ഇല്ല അങ്ങനെയൊന്നുമില്ല. എല്ലായിടത്തും നല്ല റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാരെ കാണുമ്പം അവർക്ക് നമ്മളോട് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഇപ്പോൾ ലോകത്ത് മൊത്തം നമുക്കൊരു ഭയങ്കര ഒരു റെസ്പെക്റ്റാണ്. അത് എനിക്ക് തോന്നുന്നത് ഇനി മുമ്പ് നമുക്ക് മുന്നേ കടന്നുപോയ കുറേ ആൾക്കാർ ഉണ്ടാക്കിയ ഒരു ഓളങ്ങൾ, പിന്നെ SRK ഷാറുഖ് ഖാൻ്റെ ഒരു ഇത്, അങ്ങനെയെല്ലാം കുറേ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം ഒരു ഇന്ത്യക്കാരെന്ന രീതിയിൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു നാടും കൂടിയാണ്. അധികം റഷ്യൻസും ചൈനീസെല്ലാം ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവരാദ്യം ചോദിക്കും താജ്മഹൽ നിങ്ങളെ നാട്ടിലല്ലേന്ന്. അപ്പം ചൈനയിൽ വൻമതിൽ കാണാൻ പോയാലും അവിടുത്തെ ഒരാളോട് ചോദിച്ച് 7 വണ്ടേഴ്സിൽ ഒരു വണ്ടർ ഇതാണെങ്കിൽ ഒരു വണ്ടർ നിങ്ങളെ താജ്മഹൽ അല്ലേന്ന്. അപ്പം അങ്ങനെ ആൾക്കാർ പറയുമ്പോൾ ഒരു രോമാഞ്ചിഫിക്കേഷൻ, സന്തോഷം. ഭയങ്കരം. ഞാൻ ഈ പോയ നാട്ടിലെല്ലാം ഇന്ത്യൻ്റെ കുറേ ഇന്ത്യ തന്നെയാണ് ശരിക്കും ലോകം മൊത്തം. ഇപ്പോൾ സൗദി പോയ സമയത്ത് അവിടെ നമ്മൾ ലഡാക്കിലെ പോലത്തെ റോഡുകളുണ്ട്, ചൈനയിൽ പോയപ്പം നമ്മൾ ഉമലിങ്ങിലെ പോലത്തെ റോഡുകളുണ്ട്. അങ്ങനെ ഓരോ രാജ്യത്തിൻ്റെയും ഓരോരോ പോയിന്റ് ഇന്ത്യയിലുണ്ട് എന്നാണെങ്കിൽ പറയാം. എന്തായാലും നാജി നൗഷി യാത്ര തുടരുകയാണ്. ഷബീർ കല്ലിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.